ശേഷം ഈ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം തേനി താഴ്വരകളിലെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ജൂൺ മാസം ആദ്യവാരം ഈ ഷട്ടർ തുറന്ന ആ വെള്ളം തമിഴ്നാട് നിരവധി പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഡാം ഇപ്പൊ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പൊ ഈ വെള്ളം തമിഴ്നാട് കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ വെള്ളം എത്രത്തോളമാണ് അവർ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് തുടങ്ങി മുല്ലപ്പെരിയാറെന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ ഡാം ഒരിക്കലും വരാൻ പോകുന്നു. പുതിയ ഡാം ഒരിക്കലും വരില്ല. കാരണം പുതിയ ഡാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഇത് പല ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇടുക്കി ആ ഒരു ഭാഗം മാത്രം തമിഴ്നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ നല്ല അടിപൊളി ഒരു സാധനം വെച്ചിട്ട് അങ്ങ് പോകുന്നതാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, ഒരു ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതിപ്പോൾ ഏത് സർക്കാർ വന്നാലാണെന്ന് പറഞ്ഞാൽ പോലും. പണ്ട് പിണറായി വിജയൻ പറഞ്ഞതായിരുന്നു ഇവിടെ മുല്ലപ്പെരിയാർ ഭയങ്കര പ്രശ്നത്തിലാണ് അന്ന് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സമയത്ത്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഭരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അതങ്ങ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാൾ പൊട്ടും, അവിടുത്തെ ജലം ഉയർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരൊക്കെ ചെയ്യുന്നത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ചെയ്യുമോ അതും ചെയ്യത്തുമില്ല. ഓക്കെ, ഇന്ന് തമിഴ്നാട്ടിലെ കൃഷിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ മുല്ലപ്പെരിയാർ എന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് അതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നിട്ട് ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറുടെ ചർച്ച തുടങ്ങും. അത് വീണ്ടും അത് പ്രശ്നമായിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു 3 മാസമേ കാണത്തുള്ളൂ, പിന്നെ ഇതിൻ്റെ ചർച്ചയോ സമരങ്ങളോ ഒന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഈ മുല്ലപ്പെരിയാറുടെ ജലം എങ്ങോട്ടാണ് തമിഴ്നാട്ടിലോട്ട് പോകുന്നതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഫോളോയും കൂടെ ചെയ്യുക. നമ്മളെന്തായാലും വീഡിയോയിലോട്ട് പോകാം. പൂജയ്ക്ക് ശേഷം ഈ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം തേനി താഴ്വരകളിലെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ജൂൺ മാസം ആദ്യവാരം ഈ ഷട്ടർ തുറന്ന ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത്തവണ മഴ കുറഞ്ഞത് മൂലം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇത്രയും വൈകിയത്. പിന്നീട് സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ മഴ പെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ 123 അടിയിലേക്ക് ജലനിരപ്പ് എത്തി. അതിന് പിന്നാലെയാണ് കൃഷി ആവശ്യത്തിന് കൂടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള വെള്ളം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 150 കനയടി സെക്കൻഡിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 250 കനയടിയോളം വെള്ളം കൃഷി ആവശ്യത്തിനായി കൊണ്ടുപോകുന്നു. അതിന്റെ ഷട്ടർ തുറക്കുന്ന നടപടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്ര, അതുപോലെ തന്നെ തേനി MP തങ്കത്തമിഴ് ചെൽവൻ, തേനി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുകയും ചെയ്തത്. മാത്രമല്ല വലിയ പൂജകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് തുറന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരുപക്ഷെ ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് കേരളത്തിലേക്ക് ഒഴുക്കി വിടുന്ന വെള്ളമല്ല, ഇത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. തേക്കടിയിൽ ഒരു ടണലുണ്ട്. ആ ടണലിലൂടെയാണ് ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു തരത്തിലും അത് കേരളത്തിന്റെ പെരിയാറിനെ ടച്ച് ചെയ്തുകൊണ്ടല്ല പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും കേരളത്തിലോട്ടാണ് ഒഴുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഭീതി കേട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തായാലും ഈ ഒരു ന്യൂസ് കറക്റ്റായിട്ട് ഒരു പ്രസന്റ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് 24 കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി പണ്ട് പിണറായി വിജയൻ പറഞ്ഞ കുറച്ച് വീഡിയോ ഞാൻ വെച്ചുതരാം. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഏത് ഓവി കൂടാണ് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള വീഡിയോ കൂടെ ഞാൻ വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തം വരുന്നത് കാണുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് തിരുത്തി തരാനാണ്. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. കണ്ടല്ലോ, അന്ന് പുള്ളി അതും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഭരണം നടക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. എത്ര വർഷം മുമ്പ് പറഞ്ഞാണ് അന്ന് പറഞ്ഞ അതേ പിണറായി പിന്നെ അത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വട്ടം. 10 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. 2016 സമയത്ത് ജൂലൈ മാസത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഒട്ടും ഇതല്ല. അവിടുത്തെ ഗവൺമെന്റിനെ വിജയ് കണ്ടുപിടിക്കണം ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എല്ലാവരും വിജയ് ഇപ്പൊ മലയാളികൾ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരോ വേണ്ടേ. പ്രശ്നത്തിൽ മുൻ നിലപാട് തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡാം സുരക്ഷിതമല്ലെന്ന നിയമസഭയുടെയും സർവകക്ഷി യോഗത്തിന്റെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ ഭാഗത്തുനിന്ന് വ്യത്യസ്ത പ്രസ്താവന ഉണ്ടായിട്ടില്ലെന്നും PT തോമസ് രേഖാമൂലം നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിൽ ദുരൂഹതയെന്ന് PT തോമസ് ആരോപിച്ചു. അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ
അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കിടക്കാൻ. ഇതാണ് മുഖ്യമന്ത്രി നേരത്തെ ഡൽഹിയിൽ നടത്തിയ വിവാദ പ്രസ്താവന. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അഭിപ്രായം അപ്പാടെ തിരുത്തിയിരിക്കുകയാണ്. ഡാം സുരക്ഷിതമല്ലെന്ന നിയമസഭയുടെയും സർവകക്ഷി യോഗത്തിന്റെയും നിലപാടുകളാണ് ശരിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രസ്താവന തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി PT തോമസിന് രേഖാമൂലം നൽകിയ മറുപടി വ്യക്തമാക്കുന്നു. ഡാമിന്റെ സുരക്ഷിതത്വം പരിശോധിക്കാൻ ദേശീയ രാജ്യാന്തര വിദഗ്ധ സമിതികളെ ഏർപ്പെടുത്തണമോ എന്നതിനെക്കുറിച്ച് തമിഴ്നാടുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കും. മുഖ്യമന്ത്രി മുല്ലപ്പെരിയാർ വിഷയത്തിൽ മലക്കം മറിച്ചിൽ നടത്തുകയാണെന്ന് PT തോമസ് പറഞ്ഞു. കേരളത്തിന്റെ മുഴുവൻ സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? ഇന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അന്നപ്പം വോട്ട് പിടിക്കാൻ വേണ്ടി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് പറഞ്ഞു പിടിപ്പിച്ചത്. ഓക്കെ, പറഞ്ഞ കയ്യിലെടുത്ത് അത് കഴിഞ്ഞിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇത് 10 വർഷം മുമ്പുള്ളതാണ്. ആദ്യം വെച്ച ക്ലിപ്പ് 10, 13, 14 വർഷം മുമ്പുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യങ്ങളെയും ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് നടത്തിയത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു ഉത്തരമാണ് ചോദ്യത്തിന് ഉള്ള മറുപടിയിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. പറമ്പിക്കുളം ആളിയാർ കരാർ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഓക്കെ, അപ്പൊ അന്നത്തെ ന്യൂസുകളായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഇനി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. പിന്നെ സ്കിപ്പ് ചെയ്യരുത്, വേറൊരു വീഡിയോ ഉണ്ട്, ആ വെള്ളം ഒഴുകി പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അത് അവസാനം ഞാൻ വെക്കത്തുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പെരിയാർ കൊച്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലൊരു ഭാഗം മൊത്തം പോകും. മുല്ലപ്പെരിയാർ പൊട്ടും. പൊട്ടുമെന്നുള്ള ചോദ്യത്തിന് ഒരാൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഒന്ന്, മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ്. ശാസ്ത്രീയമായി മുല്ലപ്പെരിയാർ തകരാറുണ്ടെന്ന് വെള്ളം ഒഴുകി വരണമെങ്കിൽ രണ്ട് കണ്ടീഷനുള്ളൂ. സയന്റിഫിക് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ പൊട്ടി തകരല്ലേ. ഒന്നുകിൽ അവിടെ അതിന്റെ പഠനം നടത്തിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് നടത്തിയ റൂർക്കിയുടെ പഠനമുണ്ട്. 6.5 റിക്ടർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടാവും. ഭൂചലനം ഉണ്ടായ പൊട്ടും, കാരണം നമുക്കറിയാം. രണ്ടാമത് ഓവർഫ്ലോ ആണ് ഗ്രാവിറ്റി ഡാമിന്റെ. ഓവർഫ്ലോ വരണമെങ്കിൽ 70 സെന്റിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് മുല്ലപ്പെരിയാറിന്റെ ആവാഹ പ്രദേശത്ത് പെയ്യും. അങ്ങനെ മാത്രമേ മുല്ലപ്പെരിയാർ ഡാമേജ് ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ആ ഡാമേജ് മുല്ലപ്പെരിയാറിന് ഉണ്ടായാൽ കേരളത്തെ അതങ്ങനെ ബാധിക്കുന്ന അറിയാം. 4 പഞ്ചായത്തുകളിലൂടെ ഒഴുകിയിട്ടാണ് ഇടുക്കി ഡാമിലേക്ക് അത് വരിക. അന്തിമമായി സമയമാണ്. 4 പഞ്ചായത്തുകളിലൂടെ ഒഴുകും. 6 മണിക്കൂർ കിട്ടും. ആ സമയത്ത് ഇടുക്കി ഡാമിന്റെ വാട്ടർ ലെവൽ എന്താ പറയുക? ഇപ്പോഴത്തെ ലെവലിലാണ് വരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. കാരണം ഇപ്പൊ ഇടുക്കിയിൽ 40% വെള്ളമുള്ളൂ. 40% വെള്ളമുള്ളൂ. കുറെ സാധനങ്ങൾ വരും. ഇടുക്കി ഡാമിൽ കുറെ സംഭവിക്കും. ചപ്പചവറെന്ന് പറയും. ഇടുക്കിയല്ല യഥാർത്ഥത്തിൽ ചെറുതോണി ഡാം മാത്രമേ ഉള്ളൂ. ചെറുതോണി കുളമാക്കോടെ പൊട്ടുക. ഇത് 2 പൊട്ടാം. ഇടുക്കി ഡാം പൊട്ടുന്നില്ല. എല്ലാവർക്കും ഡാം അത് ഗ്രാവിറ്റിയാണ്. അപ്പൊ ചെറുതോണി തുറക്കേണ്ടി വരും. നമ്മൾ 2018 തുറന്ന ചെറുതോണി തുറക്കാൻ. ചെറുതോണി തുറക്കാൻ നമുക്ക് 4 മണിക്കൂർ സമയം കിട്ടിയാൽ നമുക്ക് 1-2 മണിക്കൂർ ചെറുതോണി തുറക്കുകയും ചെറുതോണിയിൽ നിന്ന് വെള്ളം പുറത്തു വിടാൻ കഴിയും. നേരത്തെ തുറന്നു വിടാൻ കഴിയും. ഈ 4 മണിക്കൂർ കൊണ്ട് അതിനുള്ള സംവിധാനം റൂൾക്കർവ് സംഗതിയൊക്കെ ഉണ്ട്. അത് നമുക്കുണ്ടോ? അപ്പൊ മുല്ലപ്പെരിയാറിന്റെ അപകടം നമ്മൾ കാണേണ്ടത് കേവലമായി വൈകാരികമായ അല്ല, ശാസ്ത്രീയമായിട്ടാണ് മുല്ലപ്പെരിയാറിന്റെ വിലയിരുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കരമായി പൊട്ടും വിചാരിക്കുന്ന ആളാണ്. പക്ഷേ 130 വർഷം കഴിഞ്ഞ ഒരു ഡാം, 130 വർഷം കഴിഞ്ഞ ഒരു ഡാം ഒരു കാലത്ത് ഡാമേജ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളുമല്ലേ. അതിന് സയൻസ് ഇല്ല. അവരത് ശക്തിപ്പെടുത്തുന്നുണ്ട്. മുല്ലപ്പെരിയാർ നമ്മൾ പഴയ ഡാമൊന്നുമില്ല. ഇപ്പൊ സുഖീകരിക്കൊന്നുമില്ല അവിടെ. അവരത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് മറ്റേ മെറ്റൽ വയറൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഴയ സുഖി ഡാം ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന ലോജിക്കിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ പറഞ്ഞത് സയൻസാണ്. സയൻസ് വെച്ച് നമ്മൾ ഇതിനെ കാണണം, യുക്തി വെച്ച് കാണണം. അല്ലാണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. സയൻസ് വെച്ച് കാണുമ്പോൾ ഇതിന് സൊല്യൂഷൻ വേണം. ഇവിടെ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ പൊട്ടും. പുള്ളിക്കാരൻ പറയുന്ന കറക്റ്റ് കാര്യമാണ് പറയുന്നത്, കറക്റ്റ് പോയിന്റ്. ഞാൻ പല ആൾക്കാരും വീഡിയോ പണ്ട് മുതലേ ഇരുന്ന് കാണുന്നതാണ്. പക്ഷെ അവരെല്ലാ ആൾക്കാരും ഇങ്ങനെ വീതി, അതായത് ഇത് പൊട്ടിക്കഴിഞ്ഞ് ഇന്നടുത്ത് വെള്ളം പോകും, ആ റൂട്ടിൽ കൂടെ പോകും. അല്ലാതെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇടും. ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നിരന്തരം ഓരോരുത്തരും ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നല്ലൊരു ഭൂമികൾക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായ ചിലപ്പോൾ തകരും. പിന്നെ 2 ദിവസത്തെ മഴ അത് അതുപോലെ പെയ്യണം. ഓക്കെ, സൊല്യൂഷൻ വേണം മുല്ലപ്പെരിയാർ. അത് ഞാൻ സുപ്രീം കോടതി പോയ ആളാണ് ഈ വിഷയത്തിന് വേണ്ടി. കേരളം തമിഴ്നാട് തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ആ വിധിയുണ്ട്, പ്രധാന വിധി 2014. അതിൽ എന്റെ ഭാഗമാണ് 5 പേജ് ഞാൻ കൊടുത്തു. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയും, തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തില്ല. കേരളം ഡാം വേണമെന്ന് പറയും, തമിഴ്നാട് വേണ്ടെന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓൾട്ടർനേറ്റീവ് കൊടുത്തു. ഡാം വേണ്ട, പക്ഷേ ഒരു ടണൽ സൊല്യൂഷൻ. ഞങ്ങൾ കുറച്ച് പേര് അപ്പോൾ ടണൽ സൊല്യൂഷൻ നടക്കും. താഴെ 104 അടിയിൽ നിന്ന് ഒരു ടണൽ ഇട്ടാൽ തമിഴ്നാട് വെള്ളം ശേഖരിക്കണം. അത് കുറേ ഇഷ്യൂസ്. ഡാം ഒരിക്കലും വരാൻ പോകില്ല. പുതിയ ഡാം ഒരിക്കലും വരില്ല. കാരണം പുതിയ ഡാം വരും. ഒന്നാമത് സുഹൃത്തേ, മുല്ലപ്പെരിയാർ വെള്ളം ഷെയർ ചെയ്യുന്ന കരാറേ അല്ല. മുല്ലപ്പെരിയാർ ഒരു പാട്ട കരാറാണ്. ഇത് അതിൽ മനസ്സിലാവാത്തൊരു കാര്യമാണ്. തമിഴ്നാടിന് വെള്ളം കൊടുക്കും. തമിഴ്നാട് വെള്ളം കൊടുക്കുന്നില്ല, അവരെടുക്കണം. സത്യമല്ലേ? നമ്മൾ കൊടുക്കുന്നതാണോ വെള്ളം? അവർ വന്നെടുക്കുന്നതല്ലേ? ഇങ്ങനെ കണ്ടില്ലേ?
ഇന്ന് തന്നെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി അവരും അവരുടെ MLA യും DMK-യും അതും ഇതും എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാം വന്നിട്ട് അവർ അങ്ങ് എടുക്കുകയാണ്. പൂജയൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ആൾക്കാരാ വെള്ളം കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് മന്ത്രമൊക്കെ ചൊല്ലി പറ്റുമോ? തവന്മാർ വന്ന് എടുത്തുകൊണ്ട് പോവല്ലേ? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്റെ സ്ഥലത്ത് ഞാൻ പാട്ടത്തിനെടുക്കും, ലീസിനെടുക്കും, നിങ്ങളുടെ ഭൂമി, ഞാൻ അവിടെ ഒരു ഗോഡൌൺ വിടും. ആ ഗോഡൌൺ വീഴാറായാൽ നിങ്ങൾ പറയും വേറെ ഗോഡൌൺ വീട്ടിൽ തരാം. നിങ്ങൾ എന്താ പറയുക? ആ ഗോഡൌൺ മര്യാദയ്ക്ക് വലിയ പോകും. നിങ്ങളുടെ ഗോഡൌൺ പൊട്ടും, വീണ എന്റെ കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവും എന്ന് വേണം പറയാം. എന്റെ പണിക്ക് കുഴപ്പമുണ്ടാവും. അപ്പൊ എന്താ പറയുക? ഞാൻ വേറെ ഗോഡൌൺ വീട്ടിൽ തരാന്ന് പറയും അല്ലല്ലോ, ഇങ്ങനെ പറയും. വെള്ളമല്ല സ്ഥലം വെക്കുന്ന സ്ഥലമാണ് അവർ കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടേ ഇല്ല. വെള്ളമല്ല, അവിടെ വീഴുന്ന വെള്ളം എടുത്ത് വെക്കാനാണ് കരാർ. ഇപ്പൊ വാട്ടർ ഷെയറിംഗ് കരാറുകൾ എങ്ങനെയാണ്? ഉദാഹരണത്തിന് കേരളം തമിഴ്നാട് തമ്മിൽ മറ്റേ പറമ്പിക്കുള്ള അളിയാൻ കരാർ ഉണ്ട്. ഇത്ര വെള്ളം നമുക്ക് തരാം, ഇത്ര മഴ പെയ്താൽ ഇത്ര വെള്ളം തരാം. മുല്ലപ്പെരിയാറിൽ മഴ പെയ്തില്ല എങ്കിൽ, മുല്ലപ്പെരിയാറിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല എങ്കിൽ കേരളത്തിന് ഒരു കുഴപ്പമില്ല. കേരളം ഒരു വെള്ളം കൊടുക്കും. മനസ്സിലായി? അവിടെ വീഴുന്ന വെള്ളം എടുക്കാനുള്ള കരാറുകൾ ഓരോട്ട് ഒരു സ്റ്റോറേജ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇനി 990 ഏക്കർ സ്ഥലത്താണ് ഈ ഡാം. അതിനാണ് നമുക്ക് പട്ടക്കര. ഇനി നിങ്ങൾ ഡാം ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് പറ്റില്ല, പുറത്തു പറ്റും. പുറത്തായി കരാർ ബാധ്യമാവും. നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ, നിങ്ങൾ എനിക്ക് പാടത്തിൽ എന്ന പറമ്പിൽ എന്നെ നിങ്ങൾ പറയാം നിങ്ങളുടെ പറമ്പിൽ ഒരു ഇത് കെട്ടിത്തരാം, ഞാൻ സമ്മതിക്കും. കാരണം നിങ്ങളുടെ പറമ്പിൽ എനിക്ക് കരാറില്ല. പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട് സാറേ. ഇതൊരു കുറച്ച് ദ്വീപുകൾ ചേർന്നതാണ് കൊച്ചി, അല്ലെങ്കിൽ അങ്ങനെ അത് ബാക്ക് വാട്ടർ. വെല്ലിംഗ്ടൺ ഐലൻഡ് മനുഷ്യണ്ടാക്കിയ ഐലൻഡാണ്. അതെ, വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ അത്രയും ഭാഗം കായലുണ്ടായിരുന്നു. നമുക്കൊന്ന് ആലോചിക്കണം. ഇന്നത്തെ വെല്ലിംഗ്ടൺ ഐലൻഡ് ഒരു കായലായിരുന്നു, ഒരു 100 കൊല്ലം. അപ്പൊ ആ കായൽ നികത്തിയിട്ടാണ് നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡ്. ശരി, അപ്പോ ഡ്രഗ് ചെയ്ത് നമുക്ക് കപ്പൽ വരാൻ സൗകര്യമാണ്, ഡ്രഗ് ചെയ്ത് മണ്ണിട്ടു. പക്ഷേ അന്ന് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, കടലിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ കണ്ടത്. അറബിക്കടൽ വലിയ തോതിൽ മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി. അതുകൊണ്ടാണല്ലോ നമുക്ക് മുമ്പൊക്കെ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ന്യൂനമർദ്ദം വരുന്നത്. ഇപ്പൊ അറബിക്കടലിൽ നിന്ന് ന്യൂനമർദ്ദം വരാണ്. 10 വർഷമായി അറബിക്കടലിൽ നിന്ന് ന്യൂനമർദ്ദം വരും. അറബിക്കടലിൽ ചേഞ്ച് മാറി. അത് മാറി, അവിടുത്തെ മത്സ്യങ്ങൾ പോയി, കടലിന്റെ ആക്രമണം കൂടി, കടലിന്റെ നിരപ്പ് പൊതുവെ തന്നെ ലോകത്താകെ കൂടി. അതിൽ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലങ്ങളിലൊന്ന് അറബിക്കടലാണ്. അറബിക്കടലിന്റെ റാണിയാണ് കൊച്ചിക്ക്. അറബിക്കടലിന്റെ ഉണ്ടാവുന്ന പ്രശ്നം കൊച്ചിക്കുണ്ട്. ചെല്ലാത്ത പോലും കടലാക്രമണം ഇനി ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എവറി ഡേ. കാരണം അത് മഴക്കാലം മാത്രമല്ല, മഴക്കാലം ആയിക്കൊള്ളുന്നില്ല. ഇവിടെയൊക്കെ പല സ്ഥലത്തും സമ്മർ ഫ്ലഡ്, വൃശ്ചിക വെയിലിയ, നല്ല വെയില, പക്ഷെ വീടിനകത്ത് വെള്ളം. അതായത് നമ്മളെ കടല വീഴും. പ്രശ്നം എന്താ വെച്ചാൽ കൊച്ചിയെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, കൊച്ചി എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള പ്ലാനിങ് ഇപ്പൊ തുടങ്ങണം, ഇപ്പോഴെങ്കിലും തുടങ്ങണം. അതെ, അല്ലെങ്കിൽ വളരെയധികം ലേറ്റ് ആണ്. കൊച്ചി സർവൈവ് ചെയ്യില്ല. കൊച്ചി സർവൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെല്ലാനത്ത് കയറുന്ന കടലിനേക്കാൾ കൂടുതൽ, ചെല്ലാനത്ത് വല്ലപ്പോഴും കയറുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചേന്നമംഗലത്ത് കയറുന്നുണ്ട്. എന്നും കയറും. ചേന്നമംഗലത്ത് വീട്ടിൽ വരും. ചേന്നമംഗലത്തിന്റെ കോടന്തുരുത്തുണ്ട്. ഞാൻ കുറെ സ്ഥലത്ത് മറ്റേ ഇവിടെ തന്നെ കുമ്പളങ്ങിയുണ്ട്, പല സ്ഥലങ്ങളിലും. വേനൽക്കാലത്ത് വെള്ളം കയറുക. വേനൽക്കാലത്ത് വീട്ടിൽ വെള്ളം എന്ത് ചെയ്യും? ഇന്നലെ ഇപ്പൊ കുട്ടനാടിന്റെ വിഷയം കൊച്ചിയുടെ സമാനമാണ്. കുട്ടനാട്ടിൽ കായൽ എത്ര കുറഞ്ഞു, കുട്ടനാട്ടിലെ കായൽ ആഴം എത്ര കുറഞ്ഞു, കുട്ടനാട്ടിലെ നീരൊഴുക്ക് എത്ര കുറഞ്ഞു. കൊച്ചിയിലെ വാട്ടർ ഫ്ലോ ഹൈഡ്രോളജി സ്റ്റഡി കൊച്ചിയിൽ നടത്തിയിരുന്നു. അടിയന്തരമായി കേരളത്തിൽ കൊച്ചി നടത്തുന്ന ഹൈഡ്രോളജി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എവിടെ വെള്ളം വീണാൽ എവിടേക്ക് ഒഴുകിപ്പോകും എന്ന് നമുക്കറിയണം. അത് ഏത് സിറ്റിയുടെ ബേസ് ആണ്. പ്രത്യേകിച്ചും ഈ ഹെവി വാട്ടർ ഫ്ലോ ഉള്ള, ഹെവി മൺസൂൺ ഉള്ള, അത് തന്നെ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വളരെ ഹെവി ആയിട്ടുള്ള പെട്ടെന്നുള്ള മൺസൂൺ. കഴിഞ്ഞ വർഷം മെയ് 30 കൊച്ചിയിൽ വലിയൊരു ഇതുണ്ട്. നമ്മുടെ കാവശ്ശേരി കാക്കനാട് ഭാഗത്ത് ഒരു ദിവസം 15 സെന്റിമീറ്റർ മഴ പെയ്തു. ഒരു ദിവസം ഇവിടെയൊക്കെ വെള്ളമായി. എന്റെ വീട്ടിലൊക്കെ വെള്ളം, വീട്ടിൽ വെള്ളം കഴിഞ്ഞാൽ വെള്ളം വന്നു. ഇപ്പൊ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. 2018, 19, 22 ഒന്നും വന്നിട്ടില്ല. ആകെ വന്നത് ആ ദിവസം. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ പെയ്ത നിങ്ങൾ വിചാരിക്കണ്ടേ ഇവിടെ കയറില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. അതാണ് ഒരു പാർട്ട് വീഡിയോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ വീതി വിടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വെള്ളം തമിഴ്നാട്ടുകാർ എങ്ങോട്ടാണ് എടുക്കുന്നതെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. അതൊരു വ്ളോഗർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അത്ര ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ജൂൺ ജൂലൈ മാസത്തിൽ എല്ലാവരും എന്താ പറയുക, ഈ ഒരു വിഷയം കൊണ്ട് വരുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ തുടക്കം ഇച്ചിരി കടുപ്പിച്ച് സംസാരിച്ച് വന്നത്. ഇനി ഇത് കാണുക ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പെരിയാർ നദിയിലെ ജലം ശരിക്കും അറബിക്കടലിലേക്ക് ഒഴുകി പോവാണ്. അത് തിരിച്ച് നമ്മൾ തമിഴ്നാട് വഴി ബംഗാൾ ഉൾക്കടലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഒരുപാട് എന്താ പറയുക വരൾച്ചയുള്ള സ്ഥലങ്ങളായിട്ടുള്ള മധുര, ദിണ്ടുക്കൽ, കമ്പം, തേനി, രാമനാഥപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജലസേചനത്തിന് ഉപകരിക്കുമെന്നുള്ള ആ ഒരു ഇതിലാണ് ശരിക്കും മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിക്കാനുള്ള ഒരു തീരുമാനമാകുന്നത്. അപ്പൊ അങ്ങനെ 1887 ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് 1895 ആണ് ഇത് പണി പൂർത്തിയാവുന്നത്. 8 വർഷം കൊണ്ടാണ് ഈ ഒരു 53.6 മീറ്റർ ഉയരവും അതുപോലെ തന്നെ 365.7 മീറ്റർ നീളമുള്ള ഈ ഒരു ഡാം പണി കഴിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ്
എഞ്ചിനീയറായിട്ടുള്ള ജോൺ പെനീക്ക് എന്ന് പറയുന്ന ആളുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു ഡാം പണി കഴിക്കുന്നത്. അതുകൂടാതെ അതോടൊപ്പം തന്നെ ഈ ഡാം ജലം കൊണ്ടുപോകുന്നതിനായിട്ട് 999 വർഷത്തേക്ക് ഒരു പാട്ട കരാർ കൂടി നിർമ്മിച്ചു തമിഴ്നാട് ചേർന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കരാറിന്മേലാണ് ശരിക്കും തമിഴ്നാട് വെള്ളം ഈ ഡാമിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ്. നിങ്ങൾ പുറകെ കാണുന്നത് തേക്കടി ലേക്കാണ്. ശരിക്കും മുല്ലപ്പെരിയാറിന്റെ തന്നെ ഒരു ഭാഗമാണ് തേക്കടി എന്ന് പറയുന്നത്. ഈ തേക്കടി ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ തേക്കടി ബോട്ടിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് ആണിത്. നമ്മുടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു സംഭാവന നൽകുന്ന ഒരു സംവിധാനമാണ് തേക്കടിയിലെ ബോട്ടിംഗ് ഒക്കെ. ഈ തേക്കടി പ്രദേശത്ത് നിന്നാണ് തമിഴ്നാട്ടിലേക്ക് ശരിക്കും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പൊ അത് എങ്ങനെ കൊണ്ടുപോകുന്നു, എവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഒക്കെ നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോവാണ്. ഇതിലേക്ക് വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതായത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താ എങ്ങനെ കൊണ്ടുപോകുന്നത് ഉണ്ടല്ലേ? ഈ കാണുന്നതാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഷട്ടർ എന്ന് പറയുന്നത്. പിന്നെ അകത്തേക്കൊന്നും ആരെയും കയറ്റുമൊന്നുമില്ല, തന്നെ മുള്ളുകമ്പിയൊക്കെ അടിച്ച് ഒരു സ്ഥലമാണ്. കാണുന്ന കനാലില്ലേ, മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ഒരു കനാല, മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ഈ സംഭവം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലോട്ട് വെള്ളം പോകുന്നതിന്റെയും ഡാമും പിന്നെ ആ ഒരു ഓവും എല്ലാം കറക്റ്റായിട്ട് അവർ കാണിക്കും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വന്നിട്ട് ഈ ഷട്ടർ വഴി അടിയോടെ വലിയൊരു തുരങ്കമുണ്ട്. തുരങ്കം വഴി നേരെ ഈ മലയുടെ അപ്പുറത്തേക്ക്, ഈ മലയുടെ അപ്പുറം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. വലിയ പൈപ്പുകൾ വഴിയാണ് നേരെ ഇതിലേക്ക് വിടുന്നത്, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പോകാം. എങ്ങനെയാണ് ഇവിടുന്ന് ആ പൈപ്പ് വഴി എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, അത് ഇതിലേ കൂടെയാണ് പോകുന്നത്, എന്തൊക്കെ ചെയ്യുന്നതാണ് നീ കാണാൻ പോകുന്നത്. ബോർഡർ ക്രോസ് ചെയ്തു അപ്പൊ തമിഴ്നാട്ടിലേക്കൂടെയാണ് പോകുന്നത്. ശരിക്കും ഒരു ചുരം പോലെയാണ് ഈ ഒരു മല ഇറങ്ങി. നമ്മളിപ്പോ ആ ഒരു വെള്ളം കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ മലയുടെ, ഈ കാണുന്ന ഈ മലയുടെ അപ്പുറ ഭാഗത്താണ്. അപ്പൊ ഈ മലയുടെ താഴോട്ട് നമ്മൾ ഇറങ്ങി പോവാണ്. ഇപ്പൊ ശരിക്കും നല്ലൊരു ഇറക്കം കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡ് നല്ല കാടാണ്. നമ്മളിപ്പോ ഈ ഇറക്കി പോവാണ്. അതൊന്ന് കാണാൻ കണ്ടില്ലേ? അസാധ്യമായ 4 വലിയ പൈപ്പ് വഴിയാണ്. ഇതിപ്പോ ഈ മലയുടെ അപ്പുറവശത്താണ് നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടത്. അവിടെ നിന്നല്ലേ ഇങ്ങനെ ഇത്രയും വലിയ വലിയ പൈപ്പാണ്. നമ്മളെ പോലെ തന്നെ ഇവന്മാരും അന്തം വിട്ട് മേലോട്ട് നോക്കിയിരിക്കാൻ തോന്നുന്നു. നമുക്ക് സൗണ്ട് കേൾക്കാം ചെറുതായിട്ടാണ് വെള്ളം പോകുന്നത് അല്ലേ? അതെ അതെ. അതൊക്കെ ശരിക്കും ഒരു 3 പേര് വട്ടം പിടിച്ചാൽ പറ്റുന്നു അല്ലേ? 4 പേര് പിടിച്ചാൽ എത്തായിരിക്കും. 4 പേര് പിടിക്കാം. ശരിയാ, 4 പേര് പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വട്ടത്തിലുള്ള വലിയ പൈപ്പാണ്. ഒരുപാട് മേളിലാണ് കേട്ടോ. വെള്ളം പോകുന്ന സൗണ്ട് നമുക്ക് കൂടെ കേൾക്കാം. ശരിക്കും ക്യാമറ കയറ്റിയാൽ വീഡിയോ കേൾക്കാൻ പറ്റുന്ന അറിയില്ല. ഈ പൈപ്പ് ഇങ്ങനെ ഇത് കൂടെ അതല്ല. ഓ, ഇവിടെ ഒരു വണ്ടർഫുൾ വ്യൂ ആണ് കാണാനില്ലേ? ഈ വെള്ളം പോയിട്ട് അവിടെ അങ്ങ് ദൂരെ കാണാം ഒരു പവർ സ്റ്റേഷൻ കാണാം. ശരിക്കും ഈ വെള്ളം കൊണ്ടുപോയിട്ട് അതിനകത്ത് വൈദ്യുതി കൂടി ഉത്പാദിപ്പിച്ചിട്ടാണ് വെള്ളം പിന്നെ അവർ മറ്റാവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നത്. ആ കാണുന്ന ഒരു പവർ സ്റ്റേഷനാണ്. അപ്പൊ ഏതായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം. കുറച്ചുകൂടെ വ്യക്തമായ കാഴ്ചകൾ താഴെ പോയി കാണാം. മേളിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പെരിയാർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം കേട്ടോ. പെരിയാർ പവർ സ്റ്റേഷൻ. ഇവിടുന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് വെള്ളം ജലസേചനത്തിനായിട്ട് പോകുന്നത്, കൃഷിക്കായിട്ട് പോകുന്നത്. ഈ വഴി പോയി നോക്കാം, അവിടെയാണ് പവർ സ്റ്റേഷൻ. അപ്പൊ എന്റെ ഈ പുറകെ കാണുന്നതാണ് ശരിക്കും പെരിയാർ പവർ സ്റ്റേഷൻ. ഇവിടെ നിന്ന് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വെള്ളം ആ പൈപ്പിലൂടെ, വലിയ പൈപ്പിലൂടെ വന്ന് ഇവിടെ നിന്നാണ് ശരിക്കും എന്താ പറയാ വൈദ്യുതി എടുക്കുന്നത്. ശരി, ഇവിടെ അങ്ങോട്ട് നമുക്ക് അലൗഡ് അല്ല. അവരോട് വീഡിയോ എടുക്കുന്നതിന് തന്നെ പ്രശ്നമാണ്. പിന്നെ ഉള്ളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാണ്. ശരിക്കും 1886 ആ ഒരു പാട്ടക്കരാർ പ്രകാരം നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ശരിക്കും ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കാവൂ എന്നായിരുന്നു. പക്ഷേ 1959 അന്നത്തെ മദ്രാസിലെ വ്യവസായ ഡയറക്ടറായിരുന്ന ചാറ്റർട്ടൺ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഈ സാധനത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് അത് 1965 ആയപ്പോഴത്തേക്കും ഈ ഒരു വൈദ്യുത പ്ലാന്റ് ശരിക്കും പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ഫുൾ സ്വിംഗ് തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. അതായത് 35 മെഗാവാട്ട് വെച്ചുള്ള 4 ടർബൈൻ വെച്ചിട്ട് 140 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. അന്ന് പക്ഷേ കേരളത്തിന്റെ ഭാഗത്ത് ഭയങ്കരമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന പല 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 കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നും ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ശേഷം വരുന്ന വെള്ളം ശരിക്കും ഇത് പോയിട്ട് വൈഗ നദിയിലേക്ക് ജോയിന്റ് ആവുകയാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള മധുര, രാമനാഥപുരം, അതുപോലെ തന്നെ തേനി, കമ്പം ഈ പ്രദേശങ്ങളിലൊക്കെ കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഏതായാലും ആ കൃഷി സ്ഥലങ്ങളും ആ വെള്ളം പോകുന്ന റൂട്ട് കൂടി ഒന്ന് കാണാം. അപ്പോൾ അതാണ് സംഗതി. കയറിയിട്ട് മെയിൻ റോഡിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ആ മുല്ലപ്പെരിയാറിലെ വെള്ളം വൈഗ നദിയിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കോ, ഇത് തന്നെ സാധനം. ഇത് വൈഗ നദി അല്ല, ഇതിപ്പം മുല്ലപ്പെരിയാറിന്ന് വൈഗ നദിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനായിരുന്നു. ശരിക്കും പെരിയാർ പവർ പ്ലാന്റിൽ വൈദ്യുതി എടുത്തതിന് ശേഷം വരുന്ന വെള്ളം ഇതിലേക്കൂടെ ഒഴുക്കി വിട്ട് ഇത് നേരെ ചുരുളിയാർ നദിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അത് എന്ന് വെച്ചാൽ വൈഗയുടെ ഒരു കൈവഴിയായിട്ടുള്ള ഒരു നദിയാണ്. അത് കണക്ട് ചെയ്തിട്ടാണ് പിന്നെ തമിഴ്നാട്ടിലെ
മറ്റ് ജില്ലകളിലേക്ക് ജലസേചനത്തിനായിട്ട് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറേ കാണാം. നല്ല സൗണ്ടാണ്, ഈ വെള്ളം പോകുന്ന നല്ല സൗണ്ടാണ്, കൂടാതെ നല്ല കാഴ്ചയാണിത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ കൂടുതലൊന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഈ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വെള്ളം എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയാൻ വന്നൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരു ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സർക്കാർ പണ്ട് മുതലേ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട നിങ്ങളെ പീരി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുകയാണെങ്കിൽ നാളെ കോൺഗ്രസ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ ടെൻഷൻ അടിക്കാനില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഉള്ള കാര്യം പറയാലോ, ചില ആൾക്കാരും പറയുന്നത്. പിന്നെ ഉള്ളിൽ ചെറിയ ഇതൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഗവൺമെൻറ്റും കൂടെ വിചാരിക്കണം. വിചാരിച്ചിട്ട് പുതിയൊരു ഡാം ആണെങ്കിൽ അത്രയും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ബൈ, ലവ് യു ഗൈസ്.